വനിതാ മതിലിൽ 1 ലക്ഷം പെൺകുട്ടികളെ പങ്കെടുപ്പിക്കാൻ ബാലസംഘത്തിന്റെ തീരുമാനം. സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന അധ്യക്ഷ ജിഷ്ണ പ്രസാദാണ് ഇത് സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശം നിലനിൽക്കെയാണ് ബാലസംഘത്തിന്റെ തീരുമാനം. മന്ത്രി ഇ പി ജയരാജന്റെ സാന്നിധ്യത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ബാലസംഘം കൂട്ടുകാരും ഈ ചരിത്ര മുഹൂർത്തത്തിന് അണിനിരക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പ്രമേയത്തെ അംഗീകരിക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും കൈയടിച്ച് അംഗീകരിക്കണം. വനിതാ മതിലിൽ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും എന്നാൽ പങ്കെടുക്കാൻ എത്തുന്നവരെ തടയേണ്ടതില്ലെന്നുമാണ് CPM തീരുമാനമെങ്കിലും 1 ലക്ഷം കുട്ടികളെ വനിതാ മതിലിന്റെ ഭാഗമാക്കാനാണ് ബാലസംഘം 5ാം സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പങ്കെടുപ്പിക്കരുതെന്നും ചിലവായ തുക എത്രയെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ഹൈക്കോടതി നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി എത്തിയ മന്ത്രി ഇ പി ജയരാജൻ വനിതാ മതിൽ സംബന്ധിച്ച പരാമർശം നടത്തിയില്ല. ശബരിമല അയ്യപ്പ സന്നിധിയിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണെന്നും ജനങ്ങളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ഈ ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശക്തമായ നിലപാട് ഈ രാജ്യത്തിൽ ജനങ്ങളാദ്യം സ്വീകരിക്കും. ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കും. ഇത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയൂ. മീഡിയ 1 പത്തനംതിട്ട.